വീടിന് നമ്മൾ ഹോം എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഹൗസ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ട് വേർഡുകൾ ഉപയോഗിക്കുന്നത്? ഇത് കോണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഹോം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു ചില സമയത്ത് ഹൗസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻസ്, നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, ഭാര്യ, നമ്മുടെ റിലേറ്റീവ്സ്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ വീട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ആ മാതിരി സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഹോം ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇമോഷണൽ കണക്ഷൻസ് ഉള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹോം തന്നെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, നമ്മളിപ്പോ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അപ്പിയറൻസ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ബിൽഡിംഗ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ രൂപമാണ് നമുക്ക് വരുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് ഈ പറയുന്ന പോലെ ഹൗസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ ഇത് കുറച്ചുകൂടി മനസ്സിലാവും. ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഹി ഈസ് വർക്കിംഗ് അറ്റ് ഹോം ടുഡേ. അപ്പൊ അദ്ദേഹം ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, പകരം വീട്ടിലിരുന്നു കൊണ്ടാണ് ഓഫീസ് ജോലികൾ ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം മലയാളത്തിൽ. ഇത് നമ്മൾക്ക് ഈ വർക്ക് അറ്റ് ഹോം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോവിഡ് പോലെ ഈ സബ്ജക്റ്റിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നില്ല, എന്നാലും ഒരു ഓർമ്മ വന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഈ വർക്ക് അറ്റ് ഹോം നമുക്ക് കൂടുതലായിട്ട് ആളുകൾ പ്രാക്ടീസ് ചെയ്തത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പുറം രാജ്യങ്ങളിൽ ഇത് കൂടുതലായിട്ട് നേരത്തെ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നു. ഞാനും ഈ കോവിഡ് സമയത്ത് എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് മീറ്റിംഗ് പല പല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിനെ കണക്ട് ചെയ്യുക, ആഹ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നത് വീട്ടിൽ വെച്ച് തന്നെയാണ്, ഓൺലൈനായിട്ടാണ് ചെയ്തിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോവിഡ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. പ്രത്യേകിച്ച് ഓഫീസ് ജോലികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ, ടീച്ചേഴ്സ്, അവർക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് വഴി കിട്ടിയത്. ഞാൻ ഇത് കൂടാതെ തന്നെ ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ്, ഇത് കൂടാതെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. എന്റെ ഓഫീസിലെ ജോലികൾക്ക് കൂടാതെ സമയം കിട്ടുമ്പോൾ ഞാൻ ഓൺലൈനിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂസ്, നമ്മൾ ഏതൊരു ജോലിയിൽ പോകുന്നതിന് മുമ്പും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട്. നമ്മുടെ നേരെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് ഒന്ന് തയ്യാറെടുക്കണം. അതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇന്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആഹ് ഇത് കൂടാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊരു കോഴ്സ് ഉണ്ട്, പിന്നെ മൈൻഡ് ബൂസ്റ്റിംഗ് അങ്ങനെ കോഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ എനിക്ക് ഓൺലൈനിൽ കൂടെ ഞാൻ ചെയ്യുന്നതാണ്, വീട്ടിലിരുന്നു കൊണ്ടും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കൊല്ലത്ത് തന്നെ, ചിന്നക്കടയിലും കരിക്കോടും, അവിടെയും പോയി ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി ഇതിൽ സമയം കൂടുതൽ പോകില്ല എന്നുള്ളതാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിന്റെ കൂട്ടത്തില് ഇതും പക്ഷെ നല്ല എഫക്റ്റീവായിട്ട് നല്ലപോലെ ചെയ്യണം. കാരണം നമ്മൾ ഒരു പേരിന് ചെയ്യുന്ന ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത്, കമ്പനി നമ്മളെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്, വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ വിഷയത്തിൽ നിന്ന് തിരിച്ചു വരാം. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ഹീസ് വർക്കിംഗ് അറ്റ് ഹോം ടുഡേ. അപ്പൊ അറ്റ് ഹോം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, ഇമോഷണലി കണക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഹോം ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൗസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ഒരു വീടിന്റെ ബിൽഡിങ്ങിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഓർമ്മയിൽ വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത്? ഹൗസ് തന്നെയാണ് പറയുന്നത്. ദേ ജസ്റ്റ് ബോട്ട് എ ന്യൂ ഹൗസ്. അവരിപ്പോ ഒരു വീട് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഓർമ്മ വരുന്നത്? ആ വീടിന്റെ, ആ പ്രോപ്പർട്ടിയുടെ പിക്ചറാണ് ഓർമ്മ വരുന്നത്. അത് സുന്ദരമായിട്ട് പെയിന്റ് ചെയ്തതായിരിക്കാം, അതിന്റെ ഡിസൈനിങ് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ അത് ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, അവിടെ വണ്ടി ഇടാൻ പറ്റുമോ, ഈ മാതിരി പിക്ചറുകളാണ് നമ്മുടെ വീടിനെ കുറിച്ചുള്ള പിക്ചറുകളാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹോം എന്ന് പറയുമ്പോൾ ഇമോഷണൽ കണക്ഷൻസും, ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഒരു
രൂപവും വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത് മാറി മാറി കോണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ അറ്റ് ഹോം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അറ്റ് ഹോം, ഇൻ ദ ഹൗസ്. ഇത് എന്താണ്? ഇത് നമുക്ക് ഒരു ചെറിയൊരു ഡീറ്റെയിലേക്ക് പോകാം. അറ്റ് ഹോം, ഇപ്പൊ ഒരാൾക്ക് ഒരു കീ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാളുടെ താക്കോല്, വീട്ടിലെ താക്കോലോ അല്ലെങ്കിൽ വണ്ടിയുടെ താക്കോലോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പം അദ്ദേഹം രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഒന്ന്, ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ ലെഫ്റ്റ് മൈ കീസ് ഇൻ ദ ഹൗസ് എന്നും പറയാം. ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തെന്ന് വെച്ചാല്, ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം എന്ന് വെച്ചാൽ എന്റെ വീടിന്റെ ഏതോ ഒരു പ്രദേശത്താണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വീടിന്റെ അകത്താണോ അല്ലെങ്കിൽ ഗാർഡനിലാണോ അല്ലെങ്കിൽ ഗരേജിലാണോ, വണ്ടി പാർക്ക് ചെയ്യുന്ന ഗരേജിലാണോ ഉള്ളതെന്നത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അറ്റ് ഹോം ആ വീടിന്റെ ഏതോ ഒരു പരിസരത്തുണ്ട്, വീടിന്റെ അകത്തായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കാം എന്നുള്ളതാണ് അറ്റ് ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഐ ലെഫ്റ്റ് മൈ കീസ് ഇൻ ദ ഹൗസ് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിന്റെ അകത്ത് വെച്ച് മറന്നു വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മറന്നു വന്നു എന്നുള്ളതാണ്. ഞാൻ വീട്ടിനകത്ത് വെച്ച് മറന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഒന്ന്, അറ്റ് ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോംസ് എന്ന് വെച്ചാൽ അവിടെ എവിടെയോ വെച്ചിട്ട് ഞാൻ വന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെയാണ് ഞാൻ വെച്ചത് എന്ന്. അപ്പൊ അവിടെ എവിടെയാണ് ഞാൻ വെച്ചത്. പക്ഷെ ഇത് ഐ ലെഫ്റ്റ് മൈ കീസ് ഇൻ ദ ഹോം എന്ന് പറയുമ്പോൾ വീടിനകത്ത് തന്നെയാണ്, അവിടെ വീടിനകത്ത് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കോഴ്സുകൾ നടത്തുന്ന കാര്യം. ഓൺലൈനിൽ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തയ്യാറെടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് നല്ല രീതിയിലാവണമെങ്കിൽ, അത് ഗ്രാമർ മാത്രം മതിയെങ്കിൽ അങ്ങനെ. അതല്ലാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുകളുണ്ട്, മൈൻഡ് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഇതെല്ലാം ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിപ്പിക്കുന്നുണ്ട്. ഓഫ്ലൈനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.